കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ റിബേഷ് രാമകൃഷ്ണനെതിരെ അന്വേഷണത്തിന് കോഴിക്കോട് തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ചുമതലപ്പെടുത്തി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടേതാണ് ഈ നടപടി. കാഫിർ സ്ക്രീൻഷോട്ടിലെ യൂത്ത് കോൺഗ്രസ് പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഈ കാഫിർ ഷോട്ട് പരാതിയിലാണ് ഇപ്പോൾ കൃത്യമായി അന്വേഷണത്തിന് ഇപ്പോൾ കോഴിക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അധ്യാപകനായ റിബേഷ് രാമകൃഷ്ണന് എതിരെയാണ് ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവ് വന്നിരിക്കുന്നത്. തോടന്നൂർ AEO പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി EP ദുൽക്കിസിന്റെ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഷാഫി പറവലിനെതിരായ സ്ക്രീൻഷോട്ട് റിബേഷ് പ്രചരിപ്പിച്ചതായി ഹൈക്കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ റിബേഷ് എന്ന വ്യക്തി ഇടത് അധ്യാപക സംഘടനാ നേതാവ് കൂടിയാണ്. അധ്യാപകനായിരിക്കെ റിബേഷ് സർവീസ് ചട്ടം ലംഘിച്ചു എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പരാതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയത്. കൂടാതെ തന്നെ വർഗീയ പ്രചരണം നടത്തിയ അധ്യാപകനാണ് റിബേഷ്. ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നൊരു കാര്യം കൂടി ആ പരാതിയിൽ സെക്രട്ടറി VP ദുൽഖീസ് ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ തന്നെ ഇത് വാട്സപ്പ് ഗ്രൂപ്പിൽ റെഡ് എൻകൗണ്ടർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യമായി പ്രചരിപ്പിച്ചത് റിബേഷ് ആണ് എന്നതാണ് പ്രധാനമായും. സുരേഷ്, കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലാണ് റിബേഷ് രാമകൃഷ്ണനെതിരെ അന്വേഷണത്തിന് കോഴിക്കോട് തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.